ഹലോ നമസ്കാരം. ടെക്നോ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1.5 മാസമായിട്ട് എനിക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾക്ക് ഉത്തരം തരുവാനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യമായിട്ട് ക്രിസ് ചോദിച്ചിരിക്കുന്ന ഒരു സംശയം ആപ്പ് ഐക്കൺസ് നമുക്ക് എങ്ങനെ താഴേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതായത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു കാര്യം അറിയാമായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു ഐക്കൺസ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഐക്കൺസ് ആദ്യം മുകളിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ അതിന് പകരം ഐക്കൺസ് എങ്ങനെ താഴേക്ക് കൊണ്ടുവരാം എന്നതാണ് ചോദ്യം. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ കാണുന്ന ട്രാൻസ്പെറൻറ്റ് വിഡ്ജറ്റ് കിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഫ്രീ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹോം സ്ക്രീനിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു എംപ്റ്റി സ്ക്രീൻ വരുന്നതാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നേരെ ട്രാൻസ്പെറൻറ്റ് വിഡ്ജറ്റ് കിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണുന്ന സെക്ഷനിൽ വന്ന് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ തീം നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവസാനമായി എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹോം സ്ക്രീനിൽ വന്ന് നമ്മൾക്കൊരു വിഡ്ജറ്റ് ആഡ് ചെയ്യാം. വിഡ്ജറ്റ് ആഡ് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻറ്റ് വിഡ്ജറ്റിൻ്റെ വിഡ്ജറ്റ് നമുക്ക് പല സൈസുകളിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് തിരഞ്ഞെടുത്തതിന് ശേഷം ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് താഴെ മറ്റൊരു പൊസിഷനിലാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവരാം. അതിനുശേഷം ഈ ഒരു വിഡ്ജറ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് എഡിറ്റ് വിഡ്ജറ്റ് കൊടുത്തതിന് ശേഷം വിഡ്ജറ്റിൻ്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഈ ഒരു വിഡ്ജറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്കിതൊരു പ്ലെയിൻ വിഡ്ജറ്റായിട്ട് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് ചില ഇൻഫോർമേഷൻസും കൊടുക്കുവാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റിൻ്റെ സൈസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആഡ് വിഡ്ജറ്റ് ഓപ്ഷൻ കൊടുത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ചില വിഡ്ജറ്റ് ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഡ്ജറ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ ബ്ലർ എഫക്റ്റോ ഒക്കെ ഇതിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. വീണ്ടും ഹോം സ്ക്രീനിലേക്ക് വന്ന് എഡിറ്റ് വിഡ്ജറ്റ് ഓപ്ഷനിൽ പോയതിനു ശേഷം മീഡിയം വിഡ്ജറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു വിഡ്ജറ്റ് അവിടെ വരുന്നതാണ്. അതിനുശേഷം ഹോം സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ എംപ്റ്റി ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം അതിന് യോജ്യമായ പൊസിഷൻ കൃത്യമായിട്ട് കൊടുക്കുവാൻ മറക്കരുത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അടുത്തതായിട്ട് ഡ്യുവൽ വാൾപേപ്പർ എന്ന് പറയുന്ന വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമൻറ്റാണിത്. അതിനു മുമ്പേ ഡ്യുവൽ വാൾപേപ്പർ ഷോർട്ട്കട്ട് എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം. ഈ ഒരു ഷോർട്ട്കട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഇമേജ് പോലും ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 2 വാൾപേപ്പറുകൾ വരുന്ന തരത്തിലുള്ള ഡ്യുവൽ വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് iOS 16 ചില അപ്ഡേറ്റ് വന്നതിന് ശേഷം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന് പ്രധാനമായി 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ഈ ഒരു ഷോർട്ട്കട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വാൾപേപ്പറിന്റെ സെക്ഷനിൽ ഒന്നും തന്നെ കാണില്ല. അവിടെ ഒരു ബ്ലാങ്ക് സെക്ഷൻ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എംപ്റ്റി ആയിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ വാൾപേപ്പറിന്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാൾപേപ്പർ ഏരിയ സെലക്ട് ചെയ്യാം. അപ്പം ഞാനിത് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഡൺ കൊടുത്തു. അപ്പോൾ അതിനൊരു നമ്പർ വരുന്നതാണ്. ഇനി അതിനുശേഷം ഇപ്പം ഞാൻ വാൾപേപ്പർ 26 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഈ ഒരു ഷോർട്ട്കട്ട് റൺ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഷോർട്ട്കട്ട് റൺ ചെയ്തു. ഈ ഒരു ഇമേജ് ആണ് വന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇമേജ് ആണ് വാൾപേപ്പറായിട്ട് വരേണ്ടത്. പക്ഷെ അത് വരാത്തതിന് കാരണം നമ്മൾ ലോക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റൊരു ഇമേജിലായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു ലോക്ക് സ്ക്രീൻ സെക്ഷനിലായിരിക്കും ഈ ഒരു ഇമേജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ആക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഒരു ഷോർട്ട്കട്ട് ആപ്ലിക്കേഷനിലേക്ക് വന്ന് സ്വിച്ച് ബിറ്റ്വീൻ വാൾപേപ്പർ എന്ന് പറയുന്ന ആക്ഷൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഈ വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്ലിയർ വേരിയബിൾ കൊടുക്കാം. വീണ്ടും വാൾപേപ്പറിൽ ടാപ്പ് ചെയ്തിട്ട് അവസാനമായിട്ട് നമ്മൾ കൊടുത്ത വാൾപേപ്പർ ചേഞ്ച് വന്നിരിക്കുന്ന ആ ഒരു വാൾപേപ്പർ സെക്ഷൻ എടുക്കാം. അപ്പോൾ ഇവിടെയും വാൾപേപ്പർ 26 ആണ്, താഴെയും വാൾപേപ്പർ 26 ആണ്. അതിനുശേഷം ഡൺ കൊടുക്കാം. ഇനി ഒരു ഷോർട്ട്കട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റൊരു വാൾപേപ്പർ സെക്ഷനിലേക്ക് പോവുകയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വാൾപേപ്പർ സെക്ഷനിൽ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു ഷോർട്ട്കട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വാൾപേപ്പർ സെക്ഷന് മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ പുതിയൊരു വാൾപേപ്പർ സെക്ഷനിലേക്ക് വരുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട്കട്ടിന് പകരമായിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്ത് ഇതിന് ചൂസ് ഫോട്ടോ സെക്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്ത് ഞാൻ ഈ ഒരു പോർഷൻ അതിൻ്റെ ഐക്കണായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആഡ് കൊടുക്കാം. അപ്പോൾ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതൊരു പുതിയൊരു ആപ്ലിക്കേഷൻ പോലെ നമുക്ക് തോന്നും. നമ്മൾ ഇത് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പർ മാറുന്നതായിട്ട് കാണും. ഈ ഒരു ഇമേജ് ഒന്നും തന്നെ നമ്മുടെ ഫോണിൽ സേവ് ആകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഗുണം. അടുത്തതായിട്ട് അരുൺ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ്, വയർലെസ് ആയി ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ആകുന്നുണ്ട്, അത് ബാറ്ററി ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുമോ എന്നതാണ്.
യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഞാൻ ബാറ്ററി ഹെൽത്തിനെ കുറിച്ച് ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മുടെ ഫോണിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നത് കാത്തോഡും ആനോഡും ഇതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ലിത്യം അയൺസ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഫോൺ ചൂടാകുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ചൂടാകും. ആ ഒരു സമയത്ത് ഈ ലിത്യം അയൺസ് സ്റ്റക്കായി പോകും. അതായത് കാത്തോഡിലേക്കും ആനോഡിലേക്കും പോകാതെ പെർമനന്റ് ആയിട്ട് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇലക്ട്രോലൈറ്റിൽ സ്റ്റക്കായി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് കുറയും. അതായത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ലിത്യം അയൺസ് കുറയും. ഇത് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കും. അതുകൊണ്ട് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മനസ്സിലാകും. വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഇഷ്യൂ നമ്മുടെ ഫോണിന്റെ ബാറ്ററിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആപ്പിൾ അവരുടെ മാക്സേഫ് ബാറ്ററി പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ആ ഒരു ചാർജിങ് സ്ലോ ആക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തേർഡ് പാർട്ടി വയർലെസ് ചാർജറുകളോ പവർ ബാങ്കോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ടെമ്പറേച്ചർ അധികമായിട്ട് ഹീറ്റ് ആക്കുകയും അത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും കാര്യമാക്കാതെ ഐഫോൺ നിങ്ങളുടെ കൺവീനിയൻസിന് അനുസരിച്ച് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഐഫോണിലെ ചാർജിങ്ങിനെ കുറിച്ച് വന്നിരിക്കുന്ന മറ്റൊരു സംശയമാണ് നമ്മുടെ ഫോൺ എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടത്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത് നല്ലതാണോ എന്നതാണ്. ഉദാഹരണം 37% നിന്ന് കുറച്ച് ചാർജ് ചെയ്ത് 49% അതിനുശേഷം നമ്മുടെ ഫോൺ ഉപയോഗിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ 23% ആയി കഴിയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് 70% ആക്കി. ഇങ്ങനെ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ്. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഫോൺ ഓരോ പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറും അതുപോലെ തന്നെ നമ്മുടെ ഫോണും ചൂടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാറ്ററിയിൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ ഒരു സാഹചര്യത്തിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 20% തൊട്ട് 90% വരെ ചാർജ് ചെയ്യാനാണ്. 90 എന്നുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ല, അതായത് 80 95 ഒക്കെ മാറിയാലും കുഴപ്പമില്ല. പക്ഷേ 20%ലേക്ക് താഴെ പോകാതെ ശ്രദ്ധിക്കുന്നത് ലിത്യം അയൺ ബാറ്ററികൾക്ക് എപ്പോഴും നല്ലതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ തന്നെ ചേർന്ന് വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോണിന്റെ വൈഫൈ, മൊബൈൽ ഡേറ്റ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ഓഫ് ആകാനും രാവിലെ ആകുമ്പോൾ ഓൺ ആകാനും എന്തെങ്കിലും ഓട്ടോമേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമേഷനാണ്. നമുക്ക് നേരെ ഷോർട്ട് കട്ടിലെ ഓട്ടോമേഷൻ സെക്ഷനിലേക്ക് വന്നതിന് ശേഷം പ്ലസ് ബട്ടൺ കൊടുത്ത് ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സെക്ഷൻ പോവുക. ടൈം ഓഫ് ദ ഡേ കൊടുത്തതിന് ശേഷം ഡെയിലി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഉറങ്ങുന്ന ഒരു ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വെളുപ്പംകാലത്ത് 1 മണിക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 11 മണി കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് ആഡ് ആക്ഷൻ കൊടുക്കുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്താണ് ഓഫ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കുക. അപ്പോൾ മൊബൈൽ ഡേറ്റ ആണ് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ സെറ്റ് മൊബൈൽ ഡേറ്റ ഓഫ് കൊടുക്കുക. അതിനുശേഷം വൈഫൈ ആണ് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ വൈഫൈ എന്ന് സെർച്ച് ചെയ്തിട്ട് സെറ്റ് വൈഫൈ ഓഫ് കൊടുക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ലോ പവർ മോഡിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ പവർ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ലോ പവർ മോഡ് വരും. ഇനി നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഓഫ് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സെറ്റ് ബ്ലൂടൂത്ത് ഓഫ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇനി കൃത്യമായിട്ട് രാത്രി 11 മണിയാകുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ഓഫാവും. അതായത് മൊബൈൽ ഡേറ്റ, വൈഫൈ, ബ്ലൂടൂത്ത് ഒക്കെ ഓഫ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ലോ പവർ മോഡ് ഓൺ ആകുകയും ചെയ്യും. ഇനി രാവിലെ നിങ്ങൾ എണീക്കുന്ന സമയത്തേക്ക് ടൈം ഓഫ് ദ ഡേ കൊടുക്കുക. അതായത് ഞാനൊരു 7 AM കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്ത് ആഡ് ആക്ഷൻ വന്ന് മൊബൈൽ ഡേറ്റ ഓൺ ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഓൺ ആക്കേണ്ടത് അത് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വൈഫൈ ഓൺ ആക്കുക. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ഇവിടെ ഞാൻ ഓഫാണ് കൊടുത്തത്, അതെല്ലാം ഓൺ ചെയ്യുക. അതിനുശേഷം ലോ പവർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഓഫ് ചെയ്യുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് ഡൺ കൊടുക്കുക. ഇനി തൊട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങുന്ന സമയത്തേക്ക് വൈഫൈ, മൊബൈൽ ഡേറ്റ, ബ്ലൂടൂത്ത് എല്ലാം ഓഫാകുകയും ചെയ്യും. ലോ പവർ മോഡ് ഓൺ ആകുകയും ചെയ്യും. രാവിലെ ആകുമ്പോഴത്തേക്ക് വൈഫൈ, മൊബൈൽ ഡേറ്റ, ബ്ലൂടൂത്ത് എല്ലാം ഓൺ ആകും. അതുപോലെ തന്നെ ലോ പവർ മോഡ് ഓഫ് ആകുകയും ചെയ്യും. ഇത് രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് ഫോണിന്റെ ബാറ്ററി താഴേക്ക് പോകുന്നു എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു ഓട്ടോമേഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.